കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. ഒരു ദിവസം പന്തളം രാജാവിന് വനത്തിൽ ഒരു ദിവ്യ കുഞ്ഞിനെ ലഭിച്ചു. അവനെയാണ് മണികണ്ഠൻ എന്ന് വിളിച്ചത്. മണികണ്ഠൻ രാജാവിന്റെ വളർത്തുമകനായി കൊട്ടാരത്തിൽ വളർന്നു. പക്ഷേ രാജ്ഞിക്ക് മണികണ്ഠനോട് അസൂയ തോന്നി. അവന്റെ സ്വാധീനം എന്നെ അസൂയപ്പെടുത്തുന്നു. രാജ്ഞി, ഞാൻ മനസ്സിലാക്കുന്നു. അവൾ രോഗം നടിച്ച് പുലിപ്പാൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. മണികണ്ഠൻ ഭയമില്ലാതെ കാട്ടിലേക്ക് യാത്രയായി. കാട്ടിൽ വെച്ച് മണികണ്ഠൻ മഹിഷി എന്ന അസുരിയെ വധിച്ചു. അപ്പോൾ തന്നെ മണികണ്ഠൻ തന്റെ ദിവ്യസ്വരൂപം വെളിപ്പെടുത്തി. ഭക്തർക്ക് ദർശനം ലഭിക്കാനായി ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രം സ്ഥാപിതമായി. ഇരുമുടിക്കെട്ടും 18-ാം പടിയും ഈ തീർത്ഥാടനത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. മകരവിളക്ക് ശബരിമലയുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. കൂടുതൽ ക്ഷേത്ര ചരിത്രങ്ങൾക്കായി ഡിജി ഹബ് സബ്സ്ക്രൈബ് ചെയ്യൂ.